എന്താണ് രാവിലെ പരിപാടികൾ? ഒളിച്ചു കളിയാണോ? കണ്ടു കണ്ടു. എന്താണ് ഇന്നലെ അപ്പം ഉണ്ടാക്കുന്നതാണല്ലോ അരച്ചു വെച്ചത്. ദോശക്ക്. പക്ഷെ നോക്കിയപ്പോ നന്നായിട്ട് പുളിച്ചു വന്നു. അപ്പൊ നന്നായിട്ട് പുളിച്ചിരിക്കുമ്പം ഇഡ്ഡലി ഉണ്ടാക്കിയ നല്ല ടേസ്റ്റാ. അതുകൊണ്ട് കുറച്ച് ഓയിൽ സ്പ്രേ ചെയ്തേക്കുന്നു കേട്ടോ. ഇത് ചില വെള്ളമുണ്ട്. ഇന്നലെ നമ്മൾ പറഞ്ഞില്ലായിരുന്നോ, ഇന്ന് അവർ അത്യാവശ്യമായിട്ട് വന്നിട്ടൊരു മീറ്റിംഗ് ഉണ്ട്, റൗണ്ട് ടേബിൾ ഇതുണ്ടെന്നൊക്കെ. എന്നിട്ട് അതിനെ കുറിച്ച് അല്ല, പിന്നെ നമ്മൾ തിരക്കായി പോയോണ്ട് ടേബിൾ മീറ്റിംഗ് ഇന്നത്തേക്ക് മാറ്റി. ഭയങ്കര ഇമ്പോർട്ടന്റ് മീറ്റിംഗ് ആയിട്ട് ബ്രേക്ക്ഫാസ്റ്റ് ചെയ്തിട്ട് എന്നെ ഓർമ്മിപ്പിക്കണേ. ഇന്നലെ രാത്രി നല്ല മഴയായിരുന്നു, പുറത്ത് നല്ല മഴ. മഴയുടെ ശക്തി കാരണം സൗണ്ട് കേട്ട് ഇന്ന് പിന്നെ എല്ലാവർക്കും അവധി ആയതുകൊണ്ട് എന്നാ ചെറിയ തണുപ്പ് ഉള്ളതാണ് കേട്ടോ. പുറത്തേക്ക് ഇറങ്ങണ്ട എന്റെ കൊച്ച്. വാളും ചെക്കി എണീറ്റാ മോനെ, വാളും ചെക്കി എണീറ്റോ? മാളിച്ചേച്ചി എണീറ്റോ? മാളിച്ചേച്ചി ചക്കി എണീക്കാൻ പറ. പോയി വിളിക്കുക, ഇപ്പൊ പോയി വിളിക്കുവേ. പറയുന്ന താമസമുള്ളൂ, പോയി വിളിക്കാൻ. ഡോറെ കിടന്ന് അടിക്കുക. മാളി ചേച്ചി പറഞ്ഞേ, മാളി ചേച്ചി. ജോലി കൂടി ചെയ്യണ്ട. ചക്കി എന്തി? ചക്കി ചേച്ചി അവിടെ അല്ലോ. ചക്കി ചേച്ചി ഇവിടെ. തേങ്ങാക്കൊത്ത് വറുത്തിടണം. അതുപോലെ ഉണ്ണിയപ്പത്തിന്റെ പരിപാടികളാണല്ലേ ഉണ്ടാക്കി വെച്ചേക്കാം. പിന്നെ കറുത്ത എള്ളിടണം ഒക്കെ. പക്ഷെ നമ്മൾ തേങ്ങാക്കൊത്തിന് പകരം തേങ്ങ ഫ്ലിങ്കേഴ്സ്, കോക്കനട്ട് ഫ്ലിങ്കേഴ്സ് അതിൻ്റെ അകത്ത് നേരിട്ടിട്ടു. പിന്നെ വേണ്ട കൈ കിട്ടിയ ശേഷം ബ്ലാക്കും വൈറ്റും ഒരുമിച്ചായിരുന്നു, അപ്പോൾ അതുകൂടി അങ്ങ് ഇടുന്നു. മീറ്റിംഗിൽ ഭയങ്കരമായ തീരുമാനങ്ങളാണോ? ഒക്കെ വേണ്ടി വരും. ആർക്കൊക്കെ എതിരെ എല്ലാരും ഉണ്ടെങ്കിൽ രാവിലെ ഇതുപോലെ പുകയുള്ളൂ, ഇല്ലേ പോച്ചലൊന്നുമില്ല. ക്ലീൻ ആയിട്ട് പുകയില്ല, ഇത്ര ലാവിഷായിട്ട് പുകയില്ല, പുകയുന്നില്ല. ക്വിക്കായിട്ടുള്ള പോച്ചില്ല. ഇല്ലെങ്കിൽ എവിടെയെങ്കിലും കോഫി മെഷീൻ ചെറുതായിട്ടൊന്ന് പുകയും. പിന്നെ ബ്രെഡ് ഇതൊക്കെ ആയിട്ട് പോകും. നമ്മൾ ഇച്ചിരി ലാവിഷാണ്. തക്കാളി ചട്നി, ഇഡ്ഡലി, പിന്നെ ഇതൊക്കെ ഉണ്ടാക്കി വെക്കണം, പക്കാട ഉണ്ടാക്കി വെക്കണം, കുറെ പരിപാടികളുണ്ട്. ചോർട്സ് എഴുതിയിട്ടല്ലോ, ഫാമിലി എല്ലാവരും ചെയ്യേണ്ട കാര്യങ്ങളാണ്. മാളാണ് എഴുതിയിട്ടത്. പക്ഷെ അത് നല്ലൊരു കാര്യമാണ്. അതിൻ്റെ തന്നെ എന്നാ ചെയ്യണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ ഇന്നിപ്പോൾ മീറ്റിംഗ് വേണമെന്ന് പറയാനുള്ള കാരണം അതാണ്. നമ്മളെല്ലാവരും ഒരുമിച്ചിരുന്നിട്ട് അതിൽ നിന്ന് നമ്മൾ ചൂസ് ചെയ്യണം. കാരണം മറ്റത് അവൾ തന്നെ ഇട്ടതായതുകൊണ്ട് പലർക്കും അതിൽ ഇൻട്രസ്റ്റ് ഇല്ലാതുണ്ട്. പക്ഷെ ഇവർ തന്നെ ചൂസ് ചെയ്യും. ഓക്കെ ഞാനിത് അങ്ങനെ ചൂസ് ചെയ്യണമെന്ന് അവർ ചെയ്തല്ലേ പറ്റുള്ളൂ. അവര് തന്നെ ചെയ്താണ്. അപ്പൊ നമ്മൾ വിചാരിച്ചത് ഇച്ചിരി കൂടി ഒന്ന് എന്താ പറയുക, ഇച്ചിരി കൂടി എഫക്റ്റീവായിട്ട് ഒരുമിച്ചിരുന്നതൊന്ന് ശരിക്കും പ്രാബല്യത്തിൽ കൊണ്ടുവരാം. ഓക്കെ ഓക്കെ. ബ്ലൂബെറിയുടെ കറ കൈനകത്തേലൊക്കെ ഇരിക്കണുണ്ടോ അല്ലേ? രാവിലത്തെ ഇത് കഴിഞ്ഞിട്ട് നമുക്ക് കേക്ക് കൊടുക്കാം. കേക്ക് ട്രൈ ചെയ്ത സെക്യൂരിറ്റി മാത്രമേ ഉള്ളൂ വീട്ടില്. ഭാഗ്യവാൻ എന്ന് ചൂടുണ്ട് കേട്ടോ. സൂക്ഷിച്ച് കഴുത്തേക്ക് എടുത്ത് വെച്ചോ. ഇഡ്ഡലി ഇഷ്ടപ്പെട്ടോ? നല്ലതാണ് ഇഡ്ഡലി. ഒരു ഇഡ്ഡലി കഴിക്കും. അവൻ ആദ്യമായിട്ടാണ് ഇഡ്ഡലി കഴിക്കുന്നത്. ഇതിനുമ്പോ അങ്ങനെ കഴിക്കത്തില്ല. ഒന്നുമല്ല, ഇന്നലെ ഞാൻ വൈകിട്ട് കഴിച്ചില്ല. ഇന്നലെ നേരത്തെ കിടന്നില്ലേ, അതാ. ഇങ്ങനെ കുത്തി പൂറ്റി. അയ്യോ ഇത് പോയി, അത് തരട്ടെ അമ്മ. കണ്ണി തിരുമില്ല. ഉണ്ണിയപ്പം ഇങ്ങനെ നമ്മൾ ഫുള്ള് നിറച്ചിട്ട് അതൊരു 3/4 ഭാഗത്തോളം ഇടുകയെന്നുണ്ടെങ്കിൽ അതിങ്ങ് വെന്ത് വന്നിട്ട് തന്നെ പറയും. ഇതൊക്കെ കണ്ടോ, ഇതൊക്കെ തന്നെ മറഞ്ഞതാ. തന്നെ മറഞ്ഞായിരുന്നു അത്. പക്ഷെ ഇതൊക്കെ ഇച്ചിരി കൂടിപ്പോയെന്ന് തോന്നുന്നു. അത് ചിലപ്പോൾ മറിയായിരിക്കും.
ഇച്ചിരൂടെ വെന്ത് കഴിയുമ്പോൾ പറയും തന്നെ ഇതൊക്കെ തന്നെ ഉരുണ്ട് പറഞ്ഞതാ. ഇതുണ്ടോ പറയാന്നറിയും. പക്ഷെ ഇവിടെ സ്റ്റക്കായിപ്പോയി. കുട്ടി കഴിച്ചാട്ടോ മോനെ? ഓ കൊച്ചു കഴിച്ചാ? ചേച്ചിമാരനെ കൂടുതൽ കഴിക്കുവാണോ? കഴിച്ചോന്നാ. ഉണ്ണിയപ്പം കഴിച്ചിട്ട് കുറച്ച് നാളായി. കറക്റ്റ് സൈസ്. ചൂട് മമ്മ ഊതി തരാം. ചൂടുണ്ട്. ചൂട് ഷുഗർ ബോംബ് പോലെ മറ്റേ അതിനെല്ലാം പറയാം മുങ്കിന്ന് ഇവിടെ പറയുന്നൊരു സംഭവമുണ്ട്. ഇതുപോലെ ഉണ്ണിയപ്പം പോലെ തന്നെ എണ്ണയിൽ ഇങ്ങനെ വറുത്ത് കോരിയിട്ട് ഷുഗർ കോട്ട് ചെയ്ത് വെക്കും. പക്ഷെ ഇൻഗ്രീഡിയൻസ് ഉണ്ണിയപ്പത്തിന്റെ അല്ല കേട്ടോ, മറ്റേ ഡോണറ്റ് ഉണ്ടാക്കണതിന്റെ ഇൻഗ്രീഡിയൻസ് ആണ്. പക്ഷെ ഇത് ഫുള്ള് സ്വീറ്റ് ആയതുകൊണ്ട് നമ്മൾ ഷുഗർ കോട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മുടെ മുങ്കി കേരള മുങ്കി. ഇതിനോട് ഉണ്ണിയപ്പൊക്കെ ഇങ്ങനെ കറക്റ്റ് റൗണ്ടിൽ വന്നേക്കുന്നത് ആദ്യമായിട്ട് ഇത്രേ ഷേപ്പിൽ വന്നേക്കുന്നത്. കഴിഞ്ഞ പ്രാവശ്യം ഉണ്ണിയപ്പം കഴിച്ചില്ലായിരുന്നോ? ഇവന് ഇതുണ്ടാക്കി കൊടുത്തായിരുന്നോ? കോഴിക്കോട്ട ഉണ്ടാക്കി കൊടുത്തായിരുന്നു. അതിനെ ഇല്ല ഒരു സ്ഥലം ഞാൻ അത് കഴിക്കണം തിന്നിട്ടില്ലായിരുന്നു അല്ലേ? ജോണിക്കുട്ടിയുടെ ഫേവറേറ്റ് സാധനമാണ്. ഇന്നലെ ജോണിക്കുട്ടി ചോദിച്ചോളല്ലോ ഇനി എന്നാ കോഴിക്കോട്ട ഉണ്ടാകണമെന്നുള്ളത്. ഇന്ന് കുറച്ച് കോഴിക്കോട്ട ഉണ്ടാക്കി വെക്കുവാണെങ്കിൽ നാളെ പിള്ളേരോട് ഇരിക്കുമ്പോൾ കഴിക്കുമല്ലോ. ഉണ്ടാക്കി വെച്ചാൽ എന്റെ കോട്ട തീർന്നു. എന്റെ ഉണ്ണിയപ്പം റെഡി. ഇനി പക്കാട എനിക്ക് ഉണ്ടാക്കണം. അറിയ ശ്രദ്ധിക്കുന്നില്ലെങ്കിൽ കാരണം ഇത്രയും കാര്യങ്ങൾ ചെയ്യണ കാണാഞ്ഞിട്ടോ അറിയാഞ്ഞിട്ടോ അല്ലെങ്കിൽ മറന്നു പോയതുകൊണ്ടായിരിക്കുമല്ലോ ഇതിന്റെ കൂട്ടത്തിന് അടുത്ത പണി. നമുക്ക് വൈകിട്ട് എല്ലാവരും ഞാനും കൂടുതലേ ഈ സ്നാക്സ് ഉണ്ടാക്കി വെക്കുന്നത് സ്കൂൾ തുടങ്ങുമ്പോ സ്കൂൾ കഴിഞ്ഞിട്ട് വന്നിട്ട് കഴിക്കാൻ വേണ്ടിയാണോ? അന്നേരം ഉണ്ടാക്കി വെക്കാം. ഇതിപ്പോ കഴിക്കാനാ കൊച്ചിന് ചൂടുണ്ടായിരിക്കും. ഇപ്പൊ ചൂടില്ലാത്തവരാടി മറ്റേ ഭയങ്കര ചൂടാ. ഉണ്ണിയപ്പം പോണു ഉരുണ്ടുരുണ്ടെല്ലാം മഴക്കട പോവാണ്. അപ്പൊ നമ്മുടെ ഉണ്ണിയപ്പം റെഡി. ചൂട് ഭയങ്കര ചൂടാ. വല്ലപ്പോഴും നടക്കുന്ന സംഭവമല്ലേ അല്ലേ? രാവിലെ നല്ല സോഫ്റ്റ് ആണ്. നല്ല ഇഡലി അല്ലേ? നല്ല പ്രോട്ടീൻ റിച്ച്. കാരണം നമ്മൾ കിൻവയാണ് അതിൻ്റെ അകത്ത് കൂടുതൽ ചേർത്ത്. അരിയേക്കാൾ കൂടുതൽ കിൻവയായിരുന്നു. പിന്നെ ഉഴുന്നുണ്ട്. എന്തോ നല്ല ചൂടാ. പയ്യെ കഴിച്ചാൽ മതി കേട്ടോ. നമ്മുടെ ഉണ്ണിയപ്പം ഫില്ല് ചെയ്ത് വെച്ചു. ഇനി അടുത്ത പക്കാള. ഈ പ്രാവശ്യം മത്തങ്ങ ഇഷ്ടം വരെ ഉണ്ടായിട്ടുണ്ട്. എനിക്കൊന്നൊരു 10-30 മത്തങ്ങ കൂടുതലുണ്ട്. ഇതിനകത്തോടെ എല്ലാം മത്തങ്ങ കിടപ്പുണ്ട്. ഇവിടെ ഉണ്ടായി കിടപ്പുണ്ട്. ഇവിടെ ഉണ്ടാവുന്നുണ്ട്. തക്കാളി കുറച്ചൊക്കെ കായ്ച്ച് ഇവിടെയൊക്കെ നിൽപ്പുണ്ട്. പക്ഷേ ഇതിൻ്റെ പണി കിട്ടിപ്പോയത് മറ്റേ ചീരയാന്ന് പറഞ്ഞത്. പക്ഷേ ആ സാധനം ചീരയല്ലായിരുന്നു. ഫുഡടി കഴിഞ്ഞപ്പോൾ പുള്ളി വെള്ളത്തിൽ കളിക്കാം. ഇങ്ങോട്ട് വാ നമുക്ക് മത്തങ്ങ കാണാൻ പോവാം. അവനിങ്ങ് പിടിച്ചപ്പാ. ഇങ്ങോട്ട് വാ എസ് കുട്ടി കം. ഉണ്ണിയപ്പം കഴിച്ച് എനർജി ഇവിടെ തീർക്കുവാ. ഇങ്ങോട്ട് വന്നേ. റോട്ടിലിരുന്ന് കൂവാൻ പാടില്ല. വിട്ടേപ്പാ. എസ് കുട്ടി വാ കം. തിന്നൂല. നോ പുള്ളി ചവിട്ടി കഴിഞ്ഞിട്ട് പിന്നെ തൊട്ട് വായിലൂടെ വയ്ക്കുക. അതാണ് പ്രശ്നം. സ്പ്ലാഷ് ഭയങ്കര കാറ്റാ. ബാ നമ്മുടെ മത്തങ്ങ എന്തായാലും നോക്കാം. കണ്ണ് കെട്ടിയപ്പോ ചെളി വെള്ളത്തിൽ കളിയാ. യക്കി നോ ഇങ്ങോട്ട് വാ. ഇവിടെ അത് ബ്ലൂബെറി അല്ല. അത് കിളിയുടെ. യക്കി നാ ചീച്ചി അത് കിളിയുടെ. നമ്മൾ തിന്നില്ല. ബാ വേറെ പറിച്ചു തരാം. ബാ ഓ തെന്നും പോരാ. ആപ്പി വേണം എസക്കുട്ടിനാ. ആപ്പി താഴെ പഴുത്ത് ചാടിയൊക്കെ പോകുന്നുണ്ട്. അയ്യോ ഇതേലിരുന്ന് തണ്ട പുഴു പിടിച്ചു പോകുന്നുണ്ടല്ലോ.
ഷോ പപ്പയോട് പറഞ്ഞേപ്പാ. എസക്കുട്ടി ഇവിടെ വന്നേ. പപ്പയോട് പറഞ്ഞേ പുഴു പിടിക്കുന്നുണ്ട് കേട്ടോ. എനിക്ക് മീൻ പിടിച്ചാലുള്ളതുകൊണ്ട് ഉന്നേടി വാങ്ങണ്ടല്ലോ. എനിക്ക് ഉന്നാതെ ഒരു പാക്കറ്റ് വാങ്ങിയതാ. അതൊക്കെ അമ്മ ഓൾറെഡി ഒരു പാക്കറ്റ് വാങ്ങിയില്ലേ ഇരിപ്പുണ്ട്. തെന്നി വീഴു എസക്കുട്ടി, തെന്നി വീഴു. ഇവിടെ വാ. ഓ വിളിച്ചോണ്ട് നടാ. കയറി പോടാ, പിന്നെ കയറി പോടാ. അയ്യോ കുണ്ടിയിലൊക്കെ വീഴും, പായലായി. തെന്നൂടെ അവനിങ്ങ് പിടിയടാ. ഇവൻ്റെ ഒരു കാര്യം. നിനക്ക് എന്നാടാ നിന്റെ പ്രശ്നം? തെന്നി കിടക്കുവാടാ കൊച്ചെ, മഴ പെയ്ത്. വാ ഇനി നിർത്തുന്നോടത്ത് നിന്ന് കളിച്ചില്ലെങ്കിൽ എസക്കുട്ടിനെ ഞാനിപ്പോ വീടിനകത്തേക്ക് വിളിച്ചോണ്ട് പോകും കേട്ടോ. ആ തക്കാളി കുറച്ചുണ്ടായിട്ടുണ്ട്, പിന്നെ കുറച്ചൊന്നും ഉണ്ടാകുന്നുണ്ട് കുഞ്ഞിതായിട്ട്. മത്തങ്ങയാണ് കൂടുതലായിട്ടുള്ളത്. ഇതിൻ്റെ പേരിന് തന്നെ വെള്ളരിക്കയുടെ വർഗത്തിൽപ്പെട്ട സാധനമാണല്ലോ. ഇത് പച്ചക്ക് കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. ഇതിനകത്തൊരു മുഴുത്ത മത്തങ്ങ ഒരെണ്ണം കിടക്കുന്നുണ്ട്. നമുക്കിവിടെ ഇതൊക്കെ നാട്ടിൽ കോമൺ സംഭവമാണ്. പക്ഷെ നമുക്കിവിടെ ഈ തണുപ്പ് രാജ്യത്ത് ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഉണ്ടായി കാണുമ്പോൾ നമുക്കൊരു ഫീലിംഗ് ആണ്. എനിക്ക് ശരിക്കും പറയാം വെണ്ടയ്ക്ക ഇങ്ങനെ കടിച്ചിട്ടുണ്ട് ഒരു മഴ ആയതുകൊണ്ടല്ലോ ഒത്തിരി കുറച്ച് വലിപ്പം വയ്ക്കാൻ കയ്പായിരിക്കും എന്നാണ് ഓർത്തെ. പക്ഷെ നല്ല ടേസ്റ്റ് അല്ലേ. സാലഡിൽ ഇത് കട്ട് ചെയ്തിട്ട് അടിപൊളിയായിരിക്കും. കുട്ടിക്ക് ഇഷ്ടപ്പെട്ടു. യമ്മി. പിള്ളേരെ കഴിച്ചു നോക്കിയേ. ഒട്ടും പെസ്റ്റിസൈഡ് അടിക്കാത്ത നമ്മളെ ഹോം ഗ്രോൺ ഗാർഡൻ ഫ്രഷ്. ടേസ്റ്റ് ചെയ്ത് നോക്കുക. നമ്മൾ ഇതുവരെ കഴിച്ചിട്ടുള്ള സാധനം കഴിച്ചു നോക്കുക, കടിച്ചു നോക്കുക. വെള്ളരിക്ക കഴിക്കുന്നതിന്റെ വേറെ രൂപമോനെ കേട്ടോ. ഇത് കടിക്കത്തൊന്നുമില്ല. അത് മുഴുത്ത കടി എടുക്കാം, നല്ല അറിയത്തുള്ളൂ. നല്ല ക്രിസ്പി ആയിട്ട് ഏറ്റവും സോഫ്റ്റ് ആയിട്ടുള്ളൂ. ഇത് കടിച്ചു നോക്കിയാ നല്ല കറുമുറു ആണെങ്കിൽ ഏറ്റവും ഫ്രഷ് വെജിറ്റബിൾ കുക്കുംബർ പോലെ തന്നെയുള്ള ആഫ്റ്റർ ടേസ്റ്റ് നല്ല ഉയർന്ന. നിങ്ങൾ കഴിച്ച് ശീലിച്ചത് പക്ഷെ നല്ല സാലഡിന്റെ അത് ഇടാഴ്ചയാ. ബീൻസുകളൊക്കെ ഇവിടുത്തെ വിത്തനത്തിൻ്റെ പ്രത്യേകതയായിരുന്നു തോന്നുന്നു. വലിപ്പമൊക്കെ വെച്ച് വരുന്നുള്ളൂ കേട്ടോ. ബീൻസ് പറയാനുണ്ട്. അടുത്ത പ്രാവശ്യം കുറച്ചും കൂടെ ടൈം സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചും കൂടെ ബെറ്റർ ആവും. ഇത് ആപ്പിൾ കേടായി പോകത്തുള്ളൂ. ഇത് മഴയല്ലേ. ഇത് പറിച്ച് നമുക്ക് അച്ചാറിട്ടാലോ, നല്ല പുളിയുണ്ട്. നമുക്ക് ഓഗസ്റ്റ് ലാസ്റ്റ് സെപ്റ്റംബർ ആകുമ്പോൾ കിളച്ചിറക്കാല്ലേ. നമ്മളപ്പോൾ അതിൻ്റെ ഉള്ളിലൊക്കെ ഉള്ളി ഉണ്ടെങ്കിൽ നമുക്ക് കിട്ടില്ലേ. ഞാൻ ചോദിക്കുന്നേക്ക് ഇത് നമുക്ക് അച്ചാറിട്ടല്ലോ കുറച്ച് എടുത്തിട്ട്. എന്നാ ഞാൻ മറ്റേ പട്ട എടുത്തോണ്ട് വരാം. എല്ലാം പറിച്ചെടുത്തോണ്ട് പോവാം. എല്ലാം പറിച്ചോ, കുറച്ച് പറിച്ചോ. കറക്റ്റ് മാങ്ങാച്ചാറിടുന്ന നല്ല പുളി ഉണ്ടായിരുന്നു. പുഴു ഉണ്ട് കേട്ടോ. കേടായിട്ടുള്ളത് കട്ട് ചെയ്ത് കുറച്ച് കളഞ്ഞാൽ മതിയല്ലോ. അത് കഴിക്കണം, അത് നല്ല മതിയല്ല. അത് കേടാകാം. അത് 2 ടൈപ്പ് ആപ്പാണ്. അവസാനം അതെങ്ങാനും പുഴു പിടിച്ചു പോയാൽ ടാസ്ക് നടത്തേക്ക്. നമ്മുടെ കറിവേപ്പിലയുടെ അവസ്ഥ ചോദിച്ചവരോട് അതിന് സ്മരകം പണിയാറായി. പറയാൻ പറ്റത്തില്ല അടിയിൽ വേറുണ്ടോ എന്നുള്ളത്. അതെ, പൊക്കി വെക്കാൻ പറ്റുമല്ലോ. ഇനിയിപ്പോൾ ഇൻ കേസ് വേറെ ഉണ്ടെങ്കിലോ. നല്ല പുളിയില്ല, അടിപൊളിയായിരിക്കേ. ചെറിയൊരു മധുരവും പുളിയും ചവർപ്പും ഒക്കെ ഉണ്ട്. അവിടെ ആരെടാ കോല് വെച്ച് ആപ്പിള് തല്ലിപ്പറക്കുന്നേ? പിള്ളേരെല്ലാരും കൂടെ മത്സരിച്ച് നൈസായി ജോടി വലിയ അറിഞ്ഞോ? ബ്ലൂബെറി കൊണ്ട് നല്ല സൂപ്പർ പായ് ഉണ്ടാക്കി വെച്ചിട്ട് അശക്കുട്ടിക്ക് കിട്ടിയോ? ഞങ്ങളെല്ലാരും കഴിച്ചു. എൻ്റെ അശക്കുട്ടിക്ക് വേണോ ബ്ലൂബെറി പായ്? യമ്മിയാണോ? വിശക്കുന്നുണ്ടാകാത്തൊരു ഇതുണ്ടാവും. പിന്നെ ബ്ലൂബെറി ഉള്ളതാണ് പിള്ളേര്. അതിലെ ബ്ലൂബെറി മാത്രം നാക്കൊണ്ട് കിള്ളി തിന്നുവാണേ. ഇത് ബ്ലൂബെറിനാണെങ്കിൽ ഇത്രയും കഷ്ടപ്പെടേണ്ട ആവശ്യമില്ല. നേരെ ബ്ലൂബെറി വായിലിട്ടാ പോരെ. കേക്കൊന്നും ആക്കേണ്ട ആവശ്യമില്ലായിരുന്നല്ലോ. നല്ലതാണ് ബ്ലൂബെറി ആണോ? അതിൻ്റെ ചെറിയ ചില സ്ഥലത്തൊരു ഇച്ചിരി പുഴു പിടിച്ച പോലെയുണ്ട്. അത് നമ്മൾ ചെത്തിക്കളയും. എന്നിട്ട് ഫ്രഷ് ആയിട്ടുള്ളത് എടുക്കും. ഇന്ന് നല്ല മത്തൻ്റെ ഇലയും തളിരും അതിൻ്റെ പൂവും കായും ഒക്കെ എടുത്തിട്ട് നമ്മൾ എൻ്റെ വായിലോട്ട് കയറി. എന്തിനും
എടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യും, നല്ല കിടിലൻ തോരനുണ്ടാക്കും. ചൊറിഞ്ഞ് ചാവുകയാണ്. കുറച്ച് പോർഷൻ അരിഞ്ഞ് വെച്ചപ്പോഴാണ് എമൗണ്ട് കുറഞ്ഞു പോയത് മനസ്സിലായത്. നിങ്ങൾ പോഷക സമ്പുഷ്ടമാക്കാൻ പോവാണ്. എന്നാ പരിപാടി എന്നറിയോ, മത്തങ്ങ അത് ഓൾറെഡി ഉണ്ടായ നിറച്ചതിൽ മത്തങ്ങ, എത്ര മത്തങ്ങ തിന്നും കാണിച്ചത്. കുറച്ച് നമുക്ക് തോരൻ വെച്ച് കഴിക്കണേ. അതായത് ഓൾറെഡി ചെറിയ ചെറിയ കായുണ്ട്, സാരമില്ല. അതെല്ലാം എടുത്തിട്ടാണ്. ഒരെണ്ണേ ഉള്ളന്നേ, ബാക്കി ഒക്കെ ആയിരുന്നു. കുറേ ഉണ്ട്. നമ്മളെന്തായാലും അത്രയും മത്തങ്ങ കൊണ്ട് തന്നെ കുറച്ച് മത്തങ്ങ വിളയിക്കണം അല്ലേ? കട്ട് ചെയ്യണം. ചെയ്യട്ടെ. ആ മുള്ളുണ്ട്, അതുകൊണ്ടാ മത്തന്റെ ഇതിന് ചെറുതായിട്ട് മുള്ളുണ്ട്. ഇതാണ് നമ്മൾ തിന്നുന്ന സൂചി. സൂചിയല്ല, അത് കുക്ക് ചെയ്ത് സോഫ്റ്റ് ആവുന്നത്. ഇതിനെ പിടിക്കടാ. ആ, എന്നിട്ട് ഇങ്ങനെ കുരുകുരുന്ന് ഇത് ചെയ്യ. കത്തിയൊക്കെ നേരെ പിടിക്കും. കത്തി ഇങ്ങനെ ചെരിച്ചല്ല പിടിക്കണ്ടേ. സോഫ്റ്റ് ഏറ്റവും കുഞ്ഞു. ഞാൻ ചെയ്യാതെ കൊണ്ടുപോവാ. പേപ്പർ വെച്ചാണ് എടുക്കണേ. പണിക്കുട്ടി പേപ്പറൊക്കെ വെച്ച് കയ്യിൽ അതിൻ്റെ അരി കൊണ്ടുവന്നിട്ടുണ്ട്. ഞാൻ ചെയ്യാൻ ചിക്കുന്നത് അവന് വേണ്ടത്. അവന് ചെയ്യാൻ പറ്റത്തില്ലത്. അത് വരത്തില്ല, അവന് ഇച്ചിരി പോരാ. കൊച്ചിനെ എന്തെങ്കിലും പറയണല്ലോ. അവൻ ചെയ്യണത്തോളം ബെസ്റ്റ് ഇവിടെ ആരും ഒന്നും ചെയ്തില്ല. ആണോടാ? 3 പിള്ളേരും, മാളും ജക്കിയും ജോലിക്കുട്ടി. അപ്പനേക്കാളും ബെസ്റ്റ് ആയിട്ട് മക്കളവിടെ കാര്യം ചെയ്തത്. എന്തോ അതായത് മക്കൾക്ക് അപ്പനൊരു അനുസരണയില്ല. ആണോ? അത് സാലഡിന് അരിയണോ അല്ല അരിഞ്ഞോ? സാലഡിലിടാതെ ക്രിസ്പി പഴാതെയായിട്ട് കാണുമല്ലേ? ഞാൻ കടിയട്ടെ. ആപ്പിളിനെ മാങ്ങേനേക്കാളും പുളി, അതേപോലെ പുളിയാ. അച്ചാറ് പൊളിക്കായിരിക്കും അല്ലേ? ആപ്പിള് പിഞ്ച് ആപ്പിളുകൾ എടുത്തു. നല്ല പുളി കേട്ടോ. വെള്ളം തുടച്ചിട്ട് മറ്റേ അച്ചാറിന്റെ സൈസ് പോലെ ചതുരത്തില്ല. ഇച്ചിരി ഉപ്പും മുളക് പൊടിയും കൂടി ഇട്ട് തരാം. ഒന്ന് മുക്കി കഴിച്ചു നോക്കട്ടെ. നാങ്ങ കഴിക്കുന്ന സെയിം ടേസ്റ്റ് ഉണ്ടോ നോക്കട്ടെ. നല്ലതായിരിക്കും. അതെടുത്താ പറഞ്ഞെടുത്തോ. ഉപ്പ് കുറച്ചുകൂടി ഉപ്പിട്ടില്ലേ? മുളക് പൊടി കുറച്ചുകൂടി മുളക് പൊടി ഉണ്ട്. കുറച്ചുണ്ട്. ഞാൻ കഴിച്ചു നോക്കേ. കറക്റ്റ് മാങ്ങ, നല്ല പുളികളെ. കഴിഞ്ഞ പ്രാവശ്യം ഇത്രയും പുളി ഉണ്ടായിരുന്നു ആപ്പിളിൽ അവിടെ. നല്ലൊരുണ്ടാകുട്ടിക്ക് ശരിക്കും പോയി. എനിക്ക് വേണ്ട, എനിക്കിപ്പോ തിന്നാൻ തോന്നില്ല. അമ്മയ്ക്ക് മൂടുള്ളപ്പോഴും അമ്മയ്ക്ക് കഴിക്കാൻ പറ്റുള്ളൂ. കഴിച്ചു നോക്കി കുട്ടി. താടല്ലേ? ആ കഴിച്ചോ? അത്ര കഴിക്കേ? ചവച്ചരച്ചില്ല കൈ അവിടെ നിന്ന് കൈ വേണം കേട്ടോ. തൂക്കല്ലേ? ചെവിയിലൂടെ പുക കൊണ്ടോടാ. മത്തൻ്റെ ഇല തോരൻ വെക്കാൻ പോവാ. ഇലയും പൂവും കൂടെ. എന്നിട്ട് ഇങ്ങനെ കുരുകുരുന്ന് അരിഞ്ഞത് എല്ലാം കൂടെ അതിലോട്ട് തട്ടിക്കൊടുക്കുന്നു. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യും? അല്ല, അതിനകത്തേക്ക് നമ്മൾ അരപ്പിടും. വെളുത്തുള്ളിയും ജീരകവും കൂട്ടിയിട്ട് ചതച്ച തേങ്ങ. മഞ്ഞപ്പൊടി വേണ്ട? മഞ്ഞപ്പൊടി ഇടുന്നില്ല. ലാസ്റ്റ് ഒരിച്ചിരി ഇടുന്നത്, ഒരു നുള്ളു മാത്രം. കറിവേപ്പില ഇടുന്നില്ല? കറിവേപ്പില മറ്റേ കടുക് എടുത്തിട്ടിട്ടായിരുന്നു. ഒരിച്ചിരി. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യും? ഇങ്ങനെ മത്തങ്ങ ആവാൻ വേണ്ടി കാത്തിരിക്കണ്ട അല്ലേ? ചീര കഴിക്കാൻ പറ്റാത്ത വിഷമം നമ്മൾ മത്തയില തോരൻ വെച്ച് കഴിച്ച് മാറ്റുന്നതാണ്. പക്ഷെ നല്ല കേട്ടോ, അത് ചൂടാകുമ്പോൾ തന്നെയുള്ള അതിൻ്റെ മണം വരുമ്പോഴേ. പണ്ട് മത്തയിലത്തോരൻ ഞാൻ കഴിച്ച് എനിക്ക് ഇഷ്ടമായിരുന്നു. അത് സ്കൂളിലൊക്കെ പോകുമ്പോൾ ഉണ്ടാക്കി തന്നിട്ടുണ്ട് മമ്മിയും. പിന്നെ ചതുരമ്മ ഉണ്ടാക്കി നമ്മളത് കഴിച്ചേക്കണം കൂടുതലും. അതപ്പം ഇഷ്ടപ്പെട്ടു. തോരൻ റെഡിയായിട്ടോ. ഉപ്പൊരു കുറച്ച് കൂടിപ്പോയെന്നൊരു സംശയമുണ്ട്. ഇച്ചിരി ഇട്ടാൽ മതിയായിരുന്നു. പക്കാവടയുടെ ചില്ല് കാണുന്നില്ല. അപ്പം ഞാൻ വിചാരിച്ചു ആ മാവ് കൊണ്ട് മുറുക്കില്ലേ, ഇതെല്ലാം ഒരു കുടുംബത്തിലെ ഷേപ്പിന് വ്യത്യാസം മാത്രമല്ലേ. ഇച്ചിരി വലിയ മുറുക്കുണ്ടാക്കാം. കരിഞ്ഞത് ഞാൻ കാണിക്കില്ല. ഞാൻ മറ്റേ സെർച്ച് ചെയ്യാൻ പോയ സമയത്ത് കരിഞ്ഞതാ. എന്നാലും കരിയാത്തത് കൊണ്ട് കുറെ. എന്നാലും പക്കാവടയുടെ അച്ച് കാണാൻ പോയോണ്ട് ഭയങ്കര ഇഷ്ടമായി പോയി. അകത്ത് നല്ല ചൂടായേ. പൊരിഞ്ഞ പണിയെല്ലാം ചെയ്ത് ഇത് അവസാനം
ചൂട് കൂടി കഴിയുമ്പോൾ ഡോറ് തുറന്നിട്ടു. എവിടെ തുറന്നു കിടന്നാലും കേട്ടോ കുട്ടി, ഡോർ എവിടെ തുറന്നു കിടന്നാലും ഓരോ ഉടായിപ്പോയിട്ട് വന്നോളണം. പുറത്തേക്ക് വെള്ളം ഒഴിച്ച് ഗ്ലാസ് ഇടാൻ പോയതാ, അപ്പം അതുവഴി പുറത്തിറങ്ങിയാൽ ഗ്ലാസ് എടുക്കാലോ. ഉന്നം തെറ്റി ചെടിച്ചട്ടിക്കകത്തേക്ക് വീടു. മുഴുവൻ അല്ലേ തന്നെ ആ കറിവേപ്പില മമ്മയുടെ ചങ്ക് തകർത്തിരിക്കുന്ന അതുകൊണ്ട് പോരി ഒഴിച്ച് കണ്ടു ഞാൻ തുടച്ചു കളയണോ അതെനിക്ക്. ആ പായ ക്യാരറ്റും ഇടുന്നുണ്ടേ, ക്യാരറ്റും ഇഞ്ചി അല്ലേ, ഒരു പീസ് വലുതായിട്ടുണ്ടല്ലോ. അതല്ലേ നമുക്ക് എള്ളെണ്ണ ഇല്ലാത്തതുകൊണ്ട് ഞാൻ കുറച്ച് തക്കീനി അതിൽ ചേർത്തു. അതാണ് ഇപ്പം ഈ മൊരിഞ്ഞ് കിടക്കുന്നത്. തക്കീനി ഈ സാധനമല്ല, മറ്റേ ഹുമ്മൂസൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി ചേർക്കണ്ടേ. ട്രൈ ചെയ്താ, പക്ഷെ ചെറുതായിട്ടൊന്നും പടി പാളിയും പോകും. നല്ല ഹെൽത്തി അത്, ഭയങ്കര ഹെൽത്തിയാണ്. അപ്പോൾ കുഴപ്പമില്ല. പുറത്ത് പോകാൻ വേണ്ടി കഴിയുന്ന പുറത്ത് പോകണോ? ആണ്ടോ സന്തോഷം കണ്ടോ പുറത്ത് പോകണം പറയുമ്പോഴേക്കും. ഒരു സ്പൂൺ മഞ്ഞൾ ഇടുന്നുണ്ട് കേട്ടോ. ചിക്കൻ എങ്ങനെയാ അച്ചാറുണ്ടാക്കി? എങ്ങനെയാ അച്ചാറുണ്ടാക്കിയ? കടുക്, മഞ്ഞള്, ഇഞ്ചി, വെളുത്തുള്ളി ഇവ സാധനങ്ങളൊക്കെ ഇടും. മഞ്ഞൾപ്പൊടി ഇട്ടോ? മഞ്ഞൾപ്പൊടി ഇട്ടു. നമ്മള് കടുകും സംഭവം തഹീനയുടെ പേസ്റ്റ് ഇട്ട് കഴിഞ്ഞപ്പോഴേക്കും ഒരു ചെറിയ തിക്കായിപ്പോയി. അപ്പോൾ പിന്നെ ഉലുവ പൊട്ടിക്കാനായിട്ട് കടുകും ഉലുവയും പൊട്ടിക്കാൻ മറന്നുപോയി. അപ്പോൾ അത് സെപ്പറേറ്റ് വേറൊരു ചെറിയ കടായിക്കകത്ത് നമ്മൾ പൊട്ടിച്ച് ഇതിലോട്ട് ഒഴിച്ചു കേട്ടോ. അപ്പം തഹീനയുടെ അത് ഒഴിച്ചത് കൊണ്ടാണ് ഇതിങ്ങനെ ക്രീമി ആയിട്ടിരിക്കുന്നത്. കുറച്ച് വിനാഗിരി നമ്മൾ ഒഴിച്ചു. എന്നിട്ട് അതിന് നമ്മൾ ചെറുതായിട്ട് ചൂടാക്കിയിട്ട് ആദ്യം വെളുത്ത് കറുത്തിലിട്ട് ഉള്ളത് ഉണ്ടാക്കാമെന്ന് ഓർത്തു. പിന്നെ നോക്കിയപ്പോഴാണ് പിക്കിൾ പൊടി ഇരിക്കുന്നത്. പിന്നെ അതുകൂടെ വാരിത്തട്ടേക്കാം. പക്ഷെ അച്ചാർ പൊടിയിലൊക്കെ നാട്ടിലൊക്കെ മായോ എന്ന് പറയുന്നത് നേരാണോ? ഇഷ്ടികപ്പൊടിയാന്നൊക്കെ പറയുന്നേക്കാം. ബ്രാഹ്മിൻസിൻ്റെ ആണ്. അതിൻ്റെ ചാറൊന്ന് നക്കിയതേ ഉള്ളേ. അന്യായ ടേസ്റ്റ്. അച്ചാറ് പൊടി ഇട്ടു അല്ലേ? അച്ചാറ് പൊടി ഇട്ട് അതിങ്ങനെ നല്ല ടേസ്റ്റ് ആക്കുന്നു. ഓക്കെ, ഇനി അതിലോട്ട് നമ്മൾ അന്യായ ടേസ്റ്റ്, നല്ല ടേസ്റ്റ്. ഇത് നമ്മളിങ്ങനെ അരിഞ്ഞ് വെച്ചേക്കുന്ന ക്യാരറ്റ്, ആപ്പിള്, ഇഞ്ചി. ഇച്ചിരി ക്യാരറ്റുള്ളൂ, മാക്സിമം ആപ്പിളാണ്. എന്നെ എടുക്കുവാണ്? കളിക്കുവാണോ? കളിച്ചോ. കറക്റ്റ് മാങ്ങാച്ചാറിൻ്റെ ടേസ്റ്റാണ്. നല്ല ടേസ്റ്റ്. നല്ല പുളി ഉണ്ടാകട്ടെ. എനിക്ക് എന്തായാലും തോന്നിയായിരുന്നു. അയ്യോ, അപാര ടേസ്റ്റ്. ഇത് മൂത്ത് പോയി കഴിഞ്ഞാൽ ആപ്പിൾ കൊള്ളത്തില്ല. പിഞ്ച് ആപ്പിൾ തന്നെ വേണം വേവിക്കാനും. ഞാൻ കഴിച്ചോട്ടെ. ഇത് കഴിച്ച മാങ്ങ എന്നല്ലാണ്ട് പറയത്തേ. സാധാരണ ആപ്പിൾ കൊണ്ട് നമ്മൾ ഉണ്ടാക്കി കഴിഞ്ഞാൽ ചെനച്ച് പോയി കഴിഞ്ഞാൽ പിന്നെ കൊള്ളത്തില്ല. അത് ആപ്പിളാണ് നമുക്ക് മനസ്സിലാവും. പക്ഷെ ഇത് മനസ്സിലാവും, മാങ്ങ തന്നെ പറയുള്ളൂ. അതെ, അപ്പോൾ അധികം മൂക്കണേന് ഇപ്പം ആപ്പിള് അച്ചാർ ഇടണം. പിഞ്ച് ആപ്പിളാണ്. ഇനിയിപ്പോൾ കരിനെല്ലിക്ക ഇല്ലാത്ത ഊണുണ്ടാവില്ല നമുക്ക്. വേണ്ട മാങ്ങാച്ചാറ് അല്ല ആപ്പിൾ അച്ചാറ്. പിന്നെ നമ്മുടെ മത്തയില തോരൻ, പരിപ്പ് കറി, പിന്നെ കടലക്കറി ഉണ്ട്, പിന്നെ പപ്പടം ഉണ്ട്, മുളക് വറുത്തതുണ്ട്. മുളക്, പപ്പടം എല്ലാം കൂടെ ഒരു പ്ലേറ്റിൽ നിന്ന് പുറത്ത് കേടൂല്ലോ ചേ. കഴിച്ചു നോക്കി എങ്ങനെയുണ്ടെന്ന് നോക്കിയേ. ഉപ്പിട്ടില്ലല്ലോ അല്ലെ? കാരണം തോരൻ ഇച്ചിരി ഉപ്പ് കൂടുതലുണ്ടായിരുന്നു. അടിപൊളി. ഇന്ന് ഇരിക്കുന്നോറും നല്ല കുറച്ചുകൂടെ സ്വാദായില്ല. അധികം വേവിച്ചില്ല. നമ്മൾ തീ ഓഫ് ചെയ്തിട്ടാണ് പച്ചക്കിട്ട് ഇങ്ങനെ ഇളക്കുക. അപ്പൊ ഒരു ക്രഞ്ചിനെസ് ഉണ്ടാവുമല്ലോ. നല്ല അടുക്കള കെട്ടിക്കിടക്ക് വരും നമ്മൾ. സമയം എത്ര മണിയായി? 6 മണിയായി. എണീക്കാൻ പറ്റുമോ? എന്നാ ുട്ടി വീടല്ലേ? മുട്ട സ്ക്രാമ്പിൾ ചെയ്തത് വൈകിട്ട് അത്താഴം കൊടുക്കുന്ന അല്ലേ?
ഇഷ്ടമായതുകൊണ്ട് എച്ചിക്കുട്ടിക്ക് കഴിച്ചിട്ട് ഇതിനൊന്നും കഴിക്കാനാണെന്നുകൊണ്ട് രാവിലെ വിശപ്പലായിരുന്നോ? ആരാണ് ഇവിടെ പാട്ട് പാടുന്നേ? എച്ചിക്കുട്ടിയാണ് പാട്ട് പാടുന്നേ. ആ പാട്ട് പാടിക്കേ, പാട്ട് പാടിക്കേ, പാടിക്കേ. ആ മമ്മയുടെ ഫോൺ അവിടെ ഇട്ടെ. എടുക്കണ്ട. ക്ലീൻ റൂമുണ്ട്, ക്ലീൻ ബാത്റൂം ഉണ്ട്, ലോണ്ടറി ഉണ്ട്. മാളൂന് ഫോൾഡ് ലോണ്ടറി, ക്ലീൻ റൂം, ക്ലീൻ ലിവിംഗ് റൂം, അൺലോഡ് ദ ഡിഷ് വാഷർ ചെയ്യുന്നുണ്ട്. ചക്കി ക്ലീൻ റൂം, ക്ലീൻ സോഫ, ക്ലീൻ എൻട്രൻസ് ക്ലീൻ ചെയ്യല്, ടേക്ക് ഔട്ട് ത്രാഷ്. ജോണിക്കുട്ടി ക്ലീൻ റൂം, ക്ലീൻ ടോയ് റൂം, വൈപ്പ്, ഡിന്നർ ടേബിള്, വാട്ടർ പ്ലാന്റ്സ്. ഈ രണ്ടും ഞാൻ ചെയ്യും, പക്ഷെ ഇതും ഞാൻ ഒട്ടും ചെയ്യില്ല. കടിച്ചെടുത്തോ? നല്ല നീറ്റായിട്ട് ചെയ്യാനുള്ള വശം ഉണ്ടായിരുന്നു. അതൊക്കെ ഒരു പ്രശ്നമാണ്. വേഗം പറയാം. ഓക്കെ, 4 മാളുവിന്റെ പറ. 4 1 2 3 4. ആ 4. എന്റെ റൂമ്, അൺലോഡ് ഡിഷ് വാഷർ. മീറ്റിംഗ് കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഇതെനിക്ക് വേണം. അത് നിനക്ക് തരില്ല. ഇതൊക്കെ ഗിഫ്റ്റ് സാധനമാണ്. അല്ലല്ലോ അൺലോഡ് ഡിഷ് വാഷർ. അടുത്ത എന്നിട്ട് ഉണങ്ങിയ തുണി എടുത്ത് മടക്കി വെച്ച് മറ്റവരുടെ റൂമിൽ കൊണ്ടുവയ്ക്കണത്. പക്ഷെ വിരിച്ചുകളൊന്നും ഞാൻ ചെയ്യില്ല. അത് വേറെ ആളുടെ ജോലിയാണ്. അതെ. എന്നിട്ട് ലിവിംഗ് റൂമിന് പകരം സോഫ, ലിവിംഗ് റൂം സെയിം കാര്യം, അത് ഒരുമിച്ച് ചെയ്യണതാണ്. അതുകൊണ്ട് എനിക്ക് ചക്കീടെ നീ നിന്റെ അല്ല. ക്ലീൻ ബാത്റൂം എടുക്കണ്ടോ? കാരണം ഗ്ലൗസ് ഒക്കെ മേടിച്ചല്ലായിരുന്നോ? അത് മമ്മേന്റെ ജോലിയാണ്. മമ്മേടെ ബാത്റൂമാണ്. മറ്റേ വൈപ്പ് ഡിന്നർ ടേബിൾ എടുക്കുന്നുണ്ടോ? അത് ഞാൻ ചെയ്യില്ല. അത് കിച്ചണാണ്. എനിക്കത് ചെയ്യണം. എന്നാലും എനിക്കിത് വേണം. ഈ പിന്നെ ഇതും. ലിവിംഗ് റൂം ഫുള്ള് സോഫയും ലിവിംഗ് റൂമും. അതിന് ഓൾറെഡി ഉണ്ട്. അതെല്ലാം ഓക്കെ. മാളുവിന്റെ 4 ലോക്ക് ചെയ്ത് കഴിഞ്ഞു. അതുകൊണ്ട് എന്റെ ഒന്നും കൊടുക്കാൻ പറ്റില്ല. മാളുവിന്റേത് ഇനി ആൾക്ക് എടുക്കാൻ പറ്റില്ല. സോഫ എടുത്തല്ലോ. ക്ലീൻ റൂം എല്ലാവർക്കും മസ്റ്റ് ആണ്. ചക്കിയുടെ അത് ലോക്കാണ്. ക്ലീൻ റൂം. പിന്നെ ചക്കിയുടെ ഏതൊക്കെയാ? നിങ്ങൾ പറയാൻ പറ്റത്തില്ല. പപ്പ ചിലപ്പോൾ കണ്ട പപ്പ എഴുതി വിടണം. നിങ്ങൾ കണ്ടില്ല. നിങ്ങളാ നോക്കട്ടെ. ത്രാഷ് നിറങ്ങി അതപ്പോ കെട്ടിക്കൊണ്ട് കളയണം. അതുപോലെ നമ്മുടെ ടോയ്ലറ്റിൽ ത്രാഷ് നിറഞ്ഞിരിപ്പുണ്ടെങ്കിൽ അത് കൂട്ടിലാക്കിയിട്ട് എടുത്തോണ്ട് കളയണം. ഫോൺ എടുക്കല്ലേ. ചക്കിയുടേത് ലോക്കായി കഴിഞ്ഞു. വേറെ ഈ മാളുവിന്റെ ചക്കിയുടെ നീ എടുക്കണ്ട. ഞങ്ങളുടേത് നീ നോക്കാം. പുതിയ ജോലി ഉണ്ടാക്കാൻ നോക്കും. ക്ലീൻ റൂം ക്ലീൻ ടോയ് റൂം ചെയ്യില്ല. അത് നിനക്ക് ഇഷ്ടമല്ല നീ പറഞ്ഞു. പിന്നെ അത് നീ ചെയ്യും. എന്ത്? ഡിന്നർ ടേബിൾ എപ്പോഴും, ഡൈനിങ് ടേബിൾ എപ്പോഴും ക്ലീൻ ആക്കി ഇടും. അതിന്റെ അർത്ഥം പാത്രം എല്ലാവരും എടുത്ത് വിൽക്കണം. ഡൈനിങ് ടേബിൾ എപ്പോഴും ക്ലീൻ ആയിട്ടിരിക്കണം എന്ന് പറഞ്ഞാൽ ഡൈനിങ് ടേബിളിൽ എന്തെങ്കിലും കഴുകാൻ കൊണ്ടുവരണം. വെയിറ്റ് ചെയ്യാ. വൈപ്പ് ചെയ്യണം. ടേബിൾ വൈപ്പ് ചെയ്യണം. പക്ഷെ വൈപ്പ് ചെയ്യുമ്പോൾ ആ ടേബിളിന്റെ മേളിലൊന്നും ഉണ്ടാകാൻ പാടില്ല. ഈ ടേബിൾ ഉണ്ടോ? അത് എങ്ങനെയാണ് ഇരിക്കണം ഇപ്പോഴും. അതിനകത്ത് ഫുഡും പാടില്ല, ടേബിൾ ഇതൊന്നും പാടില്ല. എനിക്ക് ചുമ്മാ പേപ്പർ ചൂസ് ചെയ്തോ? 3 2 കഴുകിയ തുണി വിരിച്ചിടാനും പറ്റും. അത് പപ്പേന്റെ ജോലിയാണ്. കഴുകിയ പപ്പയല്ല, അത് ജോണിക്കുട്ടി നല്ലതായിട്ട് ചെയ്യുന്നതാണല്ലോ. എനിക്കത് ഒരിക്കലും ഇഷ്ടം. അതായത് നല്ലൊരു തുണി കൊണ്ട് വിരിച്ചിടുന്നത്. ലോണ്ടറി എന്ന് പറഞ്ഞാൽ അതിന്റെ അകത്ത് കഴുകാൻ ഇടുന്നതാണ്. പപ്പയും അമ്മയോ വാഷ് ചെയ്യാൻ ഇടും. പക്ഷെ നിങ്ങള് ആ കഴുകിയ തുണി എടുത്തുകൊണ്ട് വിരിച്ചിടുന്ന കാര്യമാണ് പറഞ്ഞത്. നല്ലതായിട്ട് ചെയ്യണമല്ലോ. അത് ചക്കി ചെയ്യാറുണ്ട്. എല്ലാവർക്കും ഒരു ലിസ്റ്റ് ചെയ്യുന്ന ഇഷ്ടമില്ലാത്തൊരു കാര്യമുണ്ട്. അത് അവർ സ്റ്റിൽ ചെയ്യും.
ചോർസ് വലുതാണോ അങ്ങനെ ചൂസ് ചെയ്യാൻ പറ്റുന്ന ഇഷ്ടമാണ്. ഇവനെ കൊണ്ട് പഠിപ്പിക്കണം ചെയ്യാൻ. നീ എന്തിനാ ചോർസ് ചെയ്യില്ലെന്ന് മോട്ടിവേഷൻ ഒരു മാസം വേറെ എന്നാ നിനക്ക് ആലോചിച്ചു നോക്കാം. മമ്മ ഒരു മാസം മുഴുവൻ അത് ഫോളോ ചെയ്താൽ ലാസ്റ്റ് അത് ഇപ്പോഴും ലാസ്റ്റ് വീക്ക് നല്ലൊരു വീക്കിന് നല്ല മോട്ടിവേഷൻ. ഓക്കെ, എല്ലാ വീക്കിലും ഇതുണ്ട്, റിവാർഡ് ഉണ്ട്. പക്ഷെ ഒരു ദിവസം ചെയ്തില്ലെങ്കിൽ മാർക്ക് ഇടും. അതുണ്ട്, എല്ലാവർക്കും തുല്യ എമൗണ്ട് ആയിരിക്കും. പക്ഷെ അത് പപ്പേനെ ഏൽപ്പിച്ച കാരണം പപ്പ അത് പക്കയായിട്ട് ചെയ്യും. ഞാൻ ചെയ്യണം. പക്ഷെ എല്ലാ ദിവസവും പപ്പ കലണ്ടറിൽ മാർക്ക് ചെയ്യും. എല്ലാവരുടെയും ഇത് നന്നായിട്ട് ചെയ്യുന്നുണ്ടെന്ന് പപ്പയ്ക്ക് തോന്നിയാൽ ആഴ്ച റിവാർഡ് ഉണ്ട്. അത് പപ്പയുടെ ഫെയർ, പപ്പ ഫെയർ ആവും. പറയാൻ പോലെ പപ്പ ജോണിക്കുട്ടിയോട് പറയും ആ കാര്യം ചെയ്യാൻ. അപ്പൊ അത് അവന്റെ മാർക്ക് കുറയ്ക്കും. ഓക്കെ, ഞാൻ പറയാൻ പാടില്ല. നീ അല്ല ചെയ്യാൻ നമ്മള് റെസ്പോൺസിബിൾ ആയിരിക്കണം. നമ്മുടെ വരുമ്പോ കാണാൻ പാകത്തിന് ഫ്രിഡ്ജിലോട്ട് ചോദിക്കും. അപ്പൊ നമുക്ക് കാണാൻ പറ്റും നമ്മുടെ ചോർസ്. എപ്പോഴും നമ്മുടെ കയ്യിൽ ഒരു കണ്ണ് വേണം. അവന് ടേബിൾ കിട്ടിയാല് എന്നിട്ട് ടോയ് റൂം പറഞ്ഞ ആ ഫുൾ പപ്പ സ്റ്റഡി ചെയ്യുന്ന സ്ഥലവും പിന്നെ ടോയ്സ് ഇരിക്കുന്ന ഷെൽഫും അതും ക്ലീൻ ഫ്ലോറിലുള്ളത് അവൻ എടുത്തു വെക്കണം. അതെ, ടെക്നിക്കലി ടോയ്സ് എടുത്തു വെക്കണം. അതെ, ടോയ്സ് ടോയ് റൂമിനകത്തുള്ളതാണ് ടോയ്സ്. ഒരെണ്ണം കൂടെ ചൂസ് ചെയ്യുന്നുണ്ടോ? എന്നതാ? ഫൈനലി എല്ലാവർക്കും എല്ലാ സംഭവങ്ങളും ആയിട്ടില്ല. മമ്മയും പപ്പയും മമ്മയും പപ്പയുടെ ഞങ്ങളെ വെറുതെ വിട്ടിട്ടില്ല. പപ്പ ആലോചിച്ചിട്ട് പറഞ്ഞേ എനിക്ക് എന്ത് ഞാൻ തയ്യാറാ. ആക്ച്വലി കിച്ചൺ ഒരാൾ തന്നെ ചെയ്യണ്ട. ഈ സൈഡ് പപ്പ, ഈ സൈഡ് മമ്മ. അങ്ങനെ വേണ്ട, അതൊക്കെ ഞാൻ ചെയ്യാം. പപ്പയുടെ മമ്മയുടെ അങ്ങനെ ചെയ്യാൻ പറ്റത്തില്ല. പപ്പയും മമ്മയും എന്തോ അത് ചെയ്തോളാം. അത് കുഴപ്പമില്ല. അല്ല, പക്ഷെ പപ്പയുടെ എന്നാലും ഒരെണ്ണം സ്ഥായി വേണമല്ലോ. പപ്പ വീട് ഫുള്ള് വാക്കും ചെയ്യുന്നു. കിച്ചൺ കുക്കിങ്, വാക്വം ക്ലീനിങ്, തുടയ്ക്കുന്ന സംഭവം, പിന്നെ ഓൾറൗണ്ടർ വാക്വം ക്ലീനിങ്ങും ഫ്ലോർ വൈപ്പ് ചെയ്യണത്. അങ്ങനെ എല്ലാവരുടെയും കാര്യത്തിൽ തീരുമാനമായി അല്ലേ? അപ്പൊ നമുക്ക് കിടക്കാനുള്ള പരിപാടി നോക്കിയാലോ. അങ്ങനെ നമ്മുടെ ഇന്നത്തെ എല്ലാ പരിപാടികളും കലാശക്കൊട്ടാണ്. എങ്ങനെയാണ് നമുക്ക് കിടക്കട്ടെ? ഇതെല്ലാം നീറ്റ് ആയിട്ടൊരു ഇതായിട്ട് എഴുതിക്കും. നമ്മൾ കാണുന്നോടത്ത് വെക്കണം. മറ്റേ അപ്പൊ താങ്ക് ു ഫോർ വാച്ചിങ്. ബൈ ബൈ. ടാറ്റാ. ക്യാമറ നോക്കിയല്ലോ. എടാ ക്യാമറ ടാറ്റ.